സുജൂദിലൊക്കെ നമ്മുടെ കൽബ് പൊട്ടും. സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള പ്രവണത, താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സുജൂദ് വർദ്ധിപ്പിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നത് വളരെ പ്രസിദ്ധമായ സംഭവമാണ്. നമ്മൾ തന്നെ വേദിയിൽ ചർച്ച ചെയ്തതാണ്. എന്തിനാണ് വാക്ക് കൊടുത്ത റസൂൽ തങ്ങൾ, എന്ത് സ്വർഗം നൽകാമെന്ന് മാത്രമല്ല, സ്വർഗത്തിലെ എൻ്റെ സ്പെഷ്യൽ കൂട്ടുകാരനാക്കാം എന്ന് വാക്ക് നൽകിയ റസൂൽ തങ്ങൾ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞത്? അള്ളാഹു കൽപ്പന കൊടുക്കാതെ, റബ്ബ് തീരുമാനം പറയാതെ, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ നബിതങ്ങൾ ഒന്നും പറയില്ല. മാ യൻതിഖു അനിൽ ഹവ, സൂറത്തുൽ നജ്മിലെ 3-ാമത്തെ വാക്യം നമുക്കറിയാം. അപ്പോ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാക്കണം, ആവണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം അതിന് നബിതങ്ങൾക്ക് ആവശ്യമില്ല. ആരും അങ്ങനെ ധരിക്കരുത്. അദ്ദേഹം കുറെ സുജൂദൊക്കെ വർദ്ധിപ്പിച്ച് മൂപ്പരാള് തന്നെ നേരെ സ്വർഗത്ത് പോവാണെങ്കിൽ പിന്നെ റസൂലിന്റെ സമ്മതത്തിന് അർത്ഥത്തിലല്ല ഞാൻ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ എന്ന് പറയണത് എന്തിനാ? പിന്നെ അവിടുന്ന് പഠിപ്പിച്ച ദീനനുസരിച്ച് ഒരാൾ ജീവിച്ചു, കൃത്യമായി ഹറാം ഹലാലുകളോട് ഇസ്ലാമിക സമീപനം വെച്ച് പുലർത്തി, ധാരാളമായി സുജൂദ് വർദ്ധിപ്പിച്ചു, ഒരു പാപവും ചെയ്തില്ല. അങ്ങനത്തെ ആൾ സ്വർഗത്ത് പോകുന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യക്തമായ പ്രമാണങ്ങൾ. പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നട്ടപ്പാതിരക്ക് വെള്ളമിട്ട് കാത്തിരുന്ന് അവിടുന്ന് വല്ലാതെ പ്രസാദിച്ച് അവിടുന്ന് തന്നെ പ്രത്യേകമായ സന്ദർഭത്തിൽ സല്ലി യാ റബീഅ, എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഒരു സൂപ്പർ ചാൻസ് സമ്പൂർണ്ണമായി മുതലാക്കി സ്വർഗം ചോദിച്ചു. സ്വർഗം മാത്രമല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവണം എന്ന് ചോദിച്ചു വാങ്ങിയ റബീഅ റളിയല്ലാഹു അൻഹു. പിന്നെന്താ അതിനൊരു പ്രത്യേകത ഉള്ളത്? മുപ്പര് കുറേ സുജൂദൊക്കെ വർദ്ധിപ്പിച്ച് സാത്വിക ജീവിതം നയിച്ച് സ്വർഗത്ത് പോവുകയാണെങ്കിൽ റസൂലിന്റെ പ്രത്യേകമായ സന്ദർഭത്തിനും അവിടുത്തെ ഈ സമ്മതം കൊടുക്കലും എന്താ പ്രത്യേകത ഉള്ളത്? റസൂലുള്ളാഹി അത്തരം കാര്യങ്ങൾ, സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പടച്ച റബ്ബിന്റെ നിർദ്ദേശമില്ലാതെ സംസാരിക്കില്ല. അപ്പൊ സ്വർഗത്ത് പോകുന്ന മൂപ്പരാണ് ഉറപ്പാ. പിന്നെ എന്തിനാണ് സുജൂദ്? ഈ ഒരു ആവശ്യാർത്ഥം ധാരാളമായി സുജൂദ് ചെയ്ത് എന്നെ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി പറയുന്നത് നമ്മളെപ്പോലെയുള്ളവരെ പരിഗണിച്ചിട്ട്.